സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചില ആളുകൾക്ക് ഒട്ടും ഇഷ്ടമാവില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP-ക്കാർ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളികളൊക്കെ ഇവിടെ ഇങ്ങനെ ഗംഭീരമായിട്ട് അവിടെ നടക്കട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്വർണ്ണപ്പാളികളൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് വിറ്റതുമായി ബന്ധപ്പെട്ടിട്ട് ആരെയൊക്കെ അറസ്റ്റ് ചെയ്തത്? വില കമ്മ്യൂണിസ്റ്റുകാരെയാണോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരാണോ? അല്ലല്ലോ. കൃത്യമായിട്ടും ശബരിമല എന്ന് പറഞ്ഞ ആ വിശ്വാസ സംഗതിയുമായി ബന്ധപ്പെട്ട, ആ അമ്പലവുമായി ബന്ധപ്പെട്ട, ഈ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അല്ലേ ഇത് പറിച്ചെടുത്ത് കൊണ്ടുപോയത്? എന്താണ് അവരെ വീട്ടിലേക്ക് ആരും സമരം ചെയ്യാത്ത? ആ പോറ്റിയുടെ വീട്ടിലേക്ക് എന്താ BJP-ക്കാർ ഇപ്പോൾ സമരം ചെയ്യാത്ത? വേറെ ബാബു ഏതൊരു ചെങ്ങാതി കൂടിയില്ലേ, ഓൻ്റെ വീട്ടിലേക്ക് എന്താണ് ഈ BJP-ക്കാരൊന്നും കയറി പോവാത്ത? അവരെന്താ തടുക്കാത്ത? അവരെ വീട്ടുകാർക്ക് എന്താ സൗകര്യം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എന്താ നിൽക്കാത്ത? അങ്ങനത്തെ ഒരു പ്രശ്നം കാണാനില്ല. അപ്പൊ ഇവർക്ക് ആകെ വേണ്ടത് രാഷ്ട്രീയപരമായിട്ട് ഈ ശബരിമലയെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് പിണറായി വിജയൻ കട്ടു, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി കട്ടു എന്നൊക്കെ പറയുന്നത്. ഈ ദേവസ്വം കട്ടോ കട്ടില്ല എന്നല്ല, ഈ ദേവസ്വത്തിലെ പൈസ പോലും ഇവിടുത്തെ ഗവൺമെന്റ് എടുത്ത് ഉപയോഗിക്കുന്ന എന്ന രീതിയിലൊക്കെയാണ് പ്രചാരം നടക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ദേവസ്വത്തിലെ പൈസ 5ന്റെ പൈസ ഈ ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ല. ഇനി എടുക്കണമെങ്കിൽ തന്നെ കോടതിയുടെ അനുവാദത്തോടുകൂടി മാത്രം കടമെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. അതല്ലാതെ തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഈ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുരുത്തക്കേടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ശബരിമലയിൽ എങ്ങാണ്ട് വല്ല പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP-ക്കാരൊക്കെ കൂടി നടത്തും എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഗവൺമെന്റ് അറിയാം. അതുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് അസാരം പൈസ ചെലവാക്കുന്നുണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ അടിസ്ഥാന വികസനത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്, നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്ക്, റേഷൻ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അത്രയും കോടിക്കണക്കിന് രൂപയാണ് ആ ഒരു ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നർത്ഥം. ഇതെന്താണ് ചർച്ച ചെയ്യാത്തത്? നമ്മൾ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും പിണറായി വിജയൻ കട്ടു എന്ന് പറയുമ്പോൾ എവിടെ കട്ടു? അപ്പൊ പോറ്റിയെ പറ്റി അന്വേഷിക്കണ്ടേ? പോറ്റിയുടെ എന്താ പറയാ ജാതി അന്വേഷിക്കണ്ടേ? പോറ്റി ഏത് വിഭാഗക്കാരാണെന്ന് അന്വേഷിക്കണ്ടേ? പോറ്റി ഏത് രാഷ്ട്രീയക്കാരാണെന്ന് അന്വേഷിക്കണ്ടേ? ഇതെന്താ അന്വേഷിക്കാത്ത? കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടല്ലേ? എന്നിട്ട് ആ ഒരു ആൾക്കാരെ പിന്നാലല്ല പോകേണ്ടത്? ഇത് വഴി തിരിച്ചു വിടുകയല്ലേ? കൃത്യമായിട്ടും വഴി തിരിച്ചു വിടല്ലേ? ഞാൻ എപ്പോഴും പറയുന്നു, കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ ജാതി പറയുന്ന ആരും വിചാരിക്കേണ്ട. ഇനി അങ്ങനെ ഞാൻ ജാതി പറയുന്ന ആർക്കും തോന്നുകയാണെങ്കിൽ ശരി, ഞാൻ ജാതി പറയുക തന്നെയാണ്. നോക്കൂ, ഈ ഒരു കട്ടത് ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരനാണോ? ഞാൻ പച്ച മലയാളത്തിൽ ചോദിക്കുന്നത്. ആ ഒരിക്കൽ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ തല്ലി കൊന്നില്ലേ ഒരുത്തനെ, മധു എന്നൊരുത്തനെ? അങ്ങനത്തെ വല്ലവരും ആണോ ഈ ഒരു സംഗതി കട്ടത്? അല്ലല്ലോ. മധുവിനെ പോലുള്ള ആൾക്കാരാണ് കട്ടത്? അല്ലല്ലോ. അല്ല, മധുവിനെ പോലുള്ള ആൾക്കാരല്ല കട്ടത്. ഒരു പോറ്റിയാ കട്ടൻ. അതായത് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുത്തൻ തന്നെ കട്ടൻ. അവൻ കൃത്യമായിട്ടും പല സിനിമാ നടന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ജയറാമന്റെ വീട്ടിലടക്കം കൊണ്ടുപോയിട്ട് ഈ ശബരിമലയിലെ പാളികളൊക്കെ കൊണ്ടുപോയിട്ട് പൂജ നടത്തിയ പഹന. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എന്താണ് അന്നദാനം, മഹാദാനം എന്നൊക്കെ പറയാ. ആ ദാനത്തിനൊക്കെ ഒരുപാട് പേരെ ഇന്ന് പൈസ പിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ശബരിമല വിശ്വാസമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇതിന് കക്കാൻ കൂട്ടുന്നത്. ഇനി സംഗതി അതും കൂടിയല്ല, അവിടെ കണ്ഠരര് മോഹനരര് എന്ന് പറയുന്ന ഒരു നമ്പൂതിരി വിഭാഗങ്ങളാണല്ലോ അവിടെ പൂജ നടത്തുന്നത്. ആണല്ലോ. സാധാരണ ഇവിടുത്തെ നമ്പൂരിമാരൊന്നല്ല അവിടെ പൂജ നടത്തുന്നത്. ഈ കണ്ഠരര് മോഹനരര് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പൂജ നടത്തുന്നത്. ശരി, എന്താ ചായിക്കോട്ടെ, അവരങ്ങനെ കൊണ്ടുപോയി തിന്നോട്ടെ. പിന്നെ നല്ല പൈസ, ഈ പ്രിവിലേജിന്റെ പേര് കുടുംബങ്ങൾ നല്ല പോലെ അവര് ഊറ്റെടുത്ത് ജീവിക്കുന്നുണ്ട് ശബരിമലയെ. ഒരു സംശയമില്ല. ആരെന്ത് തന്നെ പറഞ്ഞാലും നല്ല പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയായാലും ഇവര് ആ ഒരു കണ്ഠരര് മോഹനര് എന്താ നടത്തിയെന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണം കൊണ്ടുപോയി വിറ്റ ഒരു ജ്വല്ലറി ഉണ്ട്. ഈ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റ ഒരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്തിയത് ആരാന്നറിയാവോ? ഈ പറയുന്ന കണ്ഠരര് മോഹനരര് ആ നമ്പൂതിരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയോ എന്നാണ് ഒരു ചോദ്യം. ലിങ്ക് കിട്ടിയോ? കള്ളം കപ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് മോഷ്ടിക്കുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അവർ ആ വിറ്റിന്റെ ലാഭം കണ്ടു കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതല്ല ആ ശബരിമല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പൂജാതി കർമ്മങ്ങളും മറ്റും ചെയ്യുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നല്ല യുക്തിവാദികളാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു തേങ്ങയുടെ മൂടില്ല, ഒരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ മോഷ്ടിക്കുമ്പോൾ നമുക്ക് പറയാം, ഓൻ്റെ വിശ്വാസം തേങ്ങ വാങ്ങുന്നില്ലാത്തതുകൊണ്ടാണ്.
ഇത് അസലായിട്ട് വിശ്വാസമുള്ള നെഞ്ചിന്റെ പുറകെ കുറെ നൂലൊക്കെ കെട്ടി കിടക്കുന്ന ഇവന്മാര് വളരെ വൃത്തിയായിട്ട് അത് മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ദൈവം എന്ന് പറയുന്ന അത്തരത്തിൽ പൂജ നടത്തുന്നല്ലാതെ ഒരു വിശ്വാസമില്ല. നല്ല യുക്തിവാദികളാണ്. അവർക്ക് ആകെ പണത്തിന്റെ മേലെ മാത്രമേ നോട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഈ ഭയങ്കര വിശ്വാസത്തിൽ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഈ പറയുന്ന ആളുകൾക്ക് ഈ തിടപ്പള്ളി അല്ലെങ്കിൽ ഈ പൂജാതി ആൾക്കാർക്കൊക്കെ പൈസ ഒരുപാട് കൊടുക്കുന്നുണ്ട്. എന്താ പൈസ ഒന്നും ആരും എണ്ണി നോക്കാത്ത? എന്താ പാടൂല്ലേ? ഇവിടെ എല്ലാറ്റിനും ഓഡിറ്റിംഗ് ഉണ്ടല്ലോ. ഈ നമ്പൂരിമാർക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസ പറ്റിയിടുന്ന ഒരു ഓഡിറ്റിംഗ് ഇല്ലാത്ത, ആ ഇതിന്റെ ഉള്ളിലേക്ക് ഗർഭഗൃഹത്തിനുള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ദക്ഷിണായിട്ട് കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, അതെന്താ എണ്ണി നോക്കാൻ പാടില്ലേ? എണ്ണി നോക്കണ്ടല്ലേ? അത് പരിശോധിക്കേണ്ടല്ലേ? ഒരാൾക്ക് ജോലി ഇതിന്റെ കൂലി മാത്രം പോരെ, അതിലത്തെ എക്സ്ട്രാ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൈക്കൂലിയല്ലെന്നേ. അതെന്താ കൈക്കൂലിയായിട്ടൊന്നും കണക്കാക്കാത്ത? പറയുകയാണെങ്കിൽ എല്ലാ കാര്യം പറയണ്ടേ? ഞാൻ നിർത്തുന്നു. ബൈ. മിക്കവാറും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാനുള്ള എല്ലാ ഏർപ്പാടും നടക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബൈ.